ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് നിങ്ങൾ സ്വതന്ത്രരാണോ? നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ തന്നെയാണോ എടുക്കുന്നത്? നിങ്ങൾ എവിടെ പഠിക്കണം, എവിടെ ജോലി ചെയ്യണം, എങ്ങനെ ജോലി ചെയ്യണം, ഏത് സമയത്ത് ജോലി ചെയ്യണം, എന്ത് കഴിക്കണം, ഇതൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ജോലി എന്ന് പറഞ്ഞാൽ തന്നെ സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ്. അതിനെന്തായാലും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം. അവിടെ തന്നെ ആദ്യത്തെ സ്വാതന്ത്ര്യം എന്തായാലും പോയി കിട്ടി. രാവിലെ അലാറം വെക്കുന്നു, എണിക്കുന്നു, ജോലിക്ക് പോകുന്നു, ശമ്പളം വാങ്ങുന്നു, EMI അടയ്ക്കുന്നു, മാസം അവസാനമാകുമ്പോഴേക്കും 10 പൈസ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. ഇങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം പോകുന്നത്? അതിനിടയിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇരുന്നിട്ട് വേറെ ഒരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയും ചെയ്യും. അവരെങ്ങനെ ജീവിക്കുന്നു, അവരെന്താ പുതിയത് വാങ്ങി, അവരെന്താ ചെയ്യുന്നത്, അവർ പുതിയ കാറ് വാങ്ങി, എനിക്കും പുതിയ കാറ് വാങ്ങണം, അവൻ ബൈക്ക് വാങ്ങി, എനിക്ക് പുതിയ ബൈക്ക് വാങ്ങണം, അവൻ പുതിയ ഡ്രസ്സ് വാങ്ങി, എനിക്കും അതേ ഡ്രസ്സ് വാങ്ങണം, അവൻ്റെ മകൻ ഇപ്പോൾ സ്വിമ്മിങ്ങിന് പഠിക്കാൻ പോകണോ, എൻ്റെ മകനും സ്വിമ്മിങ്ങിന് പഠിക്കാൻ പോകണം. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ജീവിതം ചെയ്യുന്നത്? ഇങ്ങനെ കടം വരുത്തിയിട്ട് ലാസ്റ്റ് നിങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ചാവും ചെയ്യും. ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചും കൊടുക്കും. അതന്നെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ജനറേഷൻ മാറണമെന്നല്ലാണ്ട് മനുഷ്യന്റെ ജീവിതത്തിന് വലിയ വ്യത്യാസമൊന്നും വരാറില്ല. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്തും ചെയ്യുക എന്നല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എപ്പോൾ തീരുമാനിക്കാൻ പറ്റും. ഇപ്പം ഞാൻ പേഴ്സണലി വീട്ടിലിരിക്കുമ്പോൾ ഞാൻ നല്ല ഫ്രീഡത്തിലായിരിക്കും ഇരിക്കേണ്ടാവുക. കാരണം ഞാൻ എനിക്ക് തോന്നുമ്പോഴേ എണീക്കുള്ളൂ, എനിക്ക് തോന്നുമ്പോഴേ ഭക്ഷണം കഴിക്കുള്ളൂ, എനിക്ക് തോന്നുന്നത് എന്തും ചെയ്യുള്ളൂ, എനിക്ക് തോന്നുമ്പോഴേ ഞാൻ വീട്ടിലെ ബിസിനസ് അടക്കം ഞാൻ നോക്കാറുള്ളൂ. അത് എനിക്ക് തോന്നുമ്പോൾ ചെയ്താൽ മതി. എനിക്ക് അതിലുള്ള വരുമാനവും വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എൻ്റെ അച്ഛനായിട്ട് എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പക്ഷെ എല്ലാവരുടെയും ജീവിതം അങ്ങനെയല്ല. അപ്പോൾ തിങ്ക് ചെയ്യൂ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിലാണോ? നിങ്ങൾ മറ്റുള്ളവരുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണോ? നിങ്ങൾ വെറും പ്രോഗ്രാമിന്റെ കീഴിലാണോ? എപ്പോഴും രാത്രി സ്ക്രോൾ ചെയ്തും കൊണ്ട് കിടന്നുറങ്ങുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് പേപ്പറിൽ അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പരസ്യങ്ങളാണ് മൊത്തം ഉള്ളത്. മെഗാ ഫ്രീഡം സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളാണ് എല്ലാ പേപ്പറിലും ആദ്യം ഉള്ളത്. അതുപോലെ തന്നെ വേറെ ന്യൂസായിട്ട് നോക്കുകയാണെങ്കിൽ സെൻസസിൽ ജാതിയിൽ വിവാദം എന്തായാലും വന്നിട്ടുണ്ട്. കാരണം സെൻസസ് എന്തായാലും 10 വർഷം കൂടുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ പുതിയ സെൻസസിൽ എന്തായാലും ജാതി ചേർത്തിട്ടുണ്ട്. 40ാമത്തെ ചോദ്യമാണ് ജാതി ചേർത്തിരിക്കണം. അത് ജാതി പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വരുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾക്ക് പൊളിറ്റിക്സിൽ നിലനിൽക്കണമെങ്കിൽ ജാതി എന്തായാലും നിന്നേ പറ്റുള്ളൂ. ആ ഒരു ന്യൂസ് തന്നെയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. സെൻസസ് 2ാം ഘട്ടത്തിനുള്ള ചോദ്യാവലിയായി ജാതിയിൽ വിവാദം, ജാതി പോരുകളുടെ പട്ടികയില്ലാതെ കണക്കെടുപ്പ്, ക്രോഡീകരണം പ്രയാസമാകുമെന്ന് പ്രതിപക്ഷം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ജാതി നിൽക്കണം. പക്ഷെ നമ്മൾ യൂറോപ്പിലാണെങ്കിൽ ജാതി ഇല്ല എന്ന് പറയാം. പക്ഷെ അവിടെ ജാതി ഉണ്ട്. പക്ഷെ ജാതി ചോദിക്കലോ, ജാതി പറയലോ, ജാതി എഴുതലോ, ജാതിന്റെ പേരിൽ സംവരണോ ഒന്നും തന്നെ അവിടെ ഇല്ല. പക്ഷെ ഇവിടെ അതുണ്ട്. എന്നാൽ മാത്രമേ അത് നടക്കുള്ളൂ. മേൽജാതി കീഴ്ജാതി എന്നൊക്കെ പറയും. ഇവിടെ PSCക്ക് മാത്രമേ അത്യാവശ്യം താഴെ ജാതിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ജോലിയുള്ളൂ. മേൽജാതിക്കാർ ജനറൽക്കാർക്ക് അങ്ങനെ ജോലി കിട്ടാറില്ല. അതിന് SSC തന്നെ സാധാരണ എഴുതണം. അപ്പം മാത്രമേ കുറച്ചും കൂടി നന്നായിട്ട് അതിനെ കിട്ടാറുള്ളൂ. അതുകൊണ്ട് ജാതി ഇല്ലാത്ത കാലമൊന്നും ഇന്ത്യയിൽ പെട്ടെന്ന് എന്തായാലും വരില്ല. അതിന് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ മല്ലികാർജുൻ ഖാർഗെനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശുദ്ധികലശ വിവാദം, മനോരമയോട് പ്രതികരിച്ച മല്ലികാർജുൻ ഖാർഗെ എന്നുള്ള ന്യൂസാണ് മനോരമയിൽ കൊടുത്തിരിക്കുന്നത്. ശുദ്ധികലശം പോലുള്ള സംഭവങ്ങൾ നടന്ന ശേഷം അപലപിക്കുന്ന രീതി വിട്ട് സ്വന്തം മനോഭാവം മാറ്റുകയാണ് BJP നേതൃത്വം ചെയ്യേണ്ടതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹം പറയണ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷെ ഇതൊരു രാഷ്ട്രീയപരമായിട്ട് മാറ്റാൻ, അദ്ദേഹത്തിന് ഒരു ബൂസ്റ്റപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു നാടകമാണോ എന്നുള്ളത് എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. അത് എൻ്റെ മാത്രം പേഴ്സണൽ സംശയമാണ്. പക്ഷെ ന്യൂസിൽ ഇങ്ങനെയൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു വ്യക്തി വരുമ്പോൾ സാധാരണ ജനങ്ങൾ ഇങ്ങനെ കാണിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാണ്ട് ചെയ്യാണ്ട് എന്തായാലും സാധാരണ ജനങ്ങൾ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഒരു ഉറപ്പുള്ള ഒരു കാര്യമാണ്. പിന്നെ മനോരമയിൽ ഏറ്റവും ഫ്രണ്ട് പേജിലുള്ളത് 80ാം സ്വാതന്ത്ര്യദിനം ജൻ സെല്യൂട്ട് ഭാരത് മാത എന്നുള്ള ഒരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷമായി. അതായത് ആഗസ്റ്റ് 15 രാത്രി 12 മണിക്കായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായത്. അതായത് പുലർച്ചെ രാത്രി 12 മണിക്കാണ് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി നേടി തന്നു എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. പക്ഷെ അങ്ങനെയല്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ജീവിച്ചിരുന്ന വ്യക്തിയായിട്ട് നമുക്ക് തോന്നുന്നത് സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു. കാരണം ആയുധം എടുത്താലേ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഭഗത് സിംഗ് ആയാലും അങ്ങനെ ഇഷ്ടം പോലെ വ്യക്തികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭഗത് സിംഗ് മരിച്ചതിന് ശേഷമാണ് പഞ്ചാബുകാർ തിരിച്ച് ശരിക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അടി കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഒരു വിചാരം എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പേ നന്നായിട്ട് ഉണ്ടായിരുന്നു.
അപ്പോൾ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ സാധാരണ ജയിലിലാണെങ്കിൽ ചിലവർക്ക് നറുക്കെടുപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് പരംവീര ചക്ര, കീർത്തി ചക്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആദരിക്കാറുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ മലയാളികളായ 7 പേർക്ക് കീർത്തി ചക്ര കൊടുത്തിട്ട് ബഹുമാനിച്ചിട്ടുണ്ട്. മരണാനന്തര കീർത്തി ചക്രയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. മേജർ തരുണിന് ശൗര്യ ചക്രയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുമില്ല, അതിനെപ്പറ്റി എനിക്കും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. അതുപോലെ വേറൊരു ന്യൂസ് എന്താ വെച്ചാൽ, പഠിച്ച് നേടിയ സ്വാതന്ത്ര്യം. ചെങ്കൽ കോറിയിൽ പണിക്കെത്തിയ ഒഡീഷ സ്വദേശി നേടിയത് എഞ്ചിനീയറിംഗ് ബിരുദവും ജോലിയും. സാധാരണ ഇവിടെ എല്ലാവരും ജോലിക്ക് വന്ന് ജോലി ചെയ്യണു, അവരുടെ നാട്ടിൽ പോയിട്ട് അവർ വീട് വെക്കുന്നു, സ്ഥലം വാങ്ങണു ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇവിടെ മലയാളികൾ അതൊന്നും ചെയ്യാറില്ല. അവർ വീടും വാങ്ങണില്ല, സ്ഥലവും വാങ്ങണില്ല, ഉള്ളതൊക്കെ വിറ്റിട്ട് എന്തായാലും യൂറോപ്പിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒഡീഷ സ്വദേശിയായ റിങ്കോ എന്ന വ്യക്തി കേരളത്തിലെ കണ്ണൂരിൽ കോറിയിൽ പണിക്ക് വന്നതിനൊപ്പം തന്നെ BTech എഴുതി പാസ്സായതിൻ്റെ ഒരു ന്യൂസാണ് എന്തായാലും ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും ഏറ്റവും വലിയൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ഈ വിജയം എൻ്റേത് മാത്രമല്ല, സഹോദരന്മാരുടെ അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കൂടി ഫലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും എഞ്ചിനീയറായിട്ട് ഒരു ജോലി നോക്കാവുന്നതുമാണ്. അതുപോലെ ഇപ്പോൾ ഹരിത കർമ്മസേന എന്തായാലും നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. CPM ചെയ്ത ഒരു നല്ല പ്രവൃത്തിയായിട്ട് എനിക്കത് തോന്നിയിട്ടുമുണ്ട്. കാരണം ഇപ്പോൾ നാട്ടിൽ അങ്ങനെ വെറുതെ പ്ലാസ്റ്റിക് ഒന്നും അങ്ങനെ കൂടിക്കിടക്കണില്ല. എൻ്റെ നാട്ടിൽ എന്തായാലും ഇല്ല. അതെന്തായാലും ഹരിത കർമ്മസേന CPM നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാലിന്യം എല്ലാം കൂട്ടിയെടുത്തിട്ട് ഇവർ വിറ്റപ്പോൾ 11 കോടി രൂപയാണ് ഈ മാലിന്യം വിറ്റിട്ട് കിട്ടിയെന്നുള്ള ഒരു ന്യൂസ് എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹരിത കർമ്മസേന അംഗങ്ങളായി പ്രവർത്തിച്ചത് 37,481 വനിതകളാണ് പ്രവർത്തിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഗുണം എന്തായാലും ഈ വർക്ക് ചെയ്യണവർക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. പക്ഷെ എന്തായാലും 11 കോടി രൂപ കിട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മനോരമയിലുള്ള മെയിൻ ന്യൂസ്. മനോരമയിൽ പിന്നെ കൂടുതൽ എല്ലാം ഓണത്തിന്റെ പരസ്യങ്ങളാണ് കാണുന്നത്. പിന്നെ അടുത്തൊരു ബിസിനസ് ന്യൂസാണ് മനോരമയിൽ കൊടുത്തിരിക്കുന്നത്. EMI മുടങ്ങിയ മൊബൈൽ ലോക്കാകും. അതായത് നിങ്ങൾ ഇനി EMI വൈകിയാൽ നിങ്ങളുടെ മൊബൈൽ പ്രവർത്തിക്കില്ല, അത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുന്നുള്ള ഒരു ന്യൂസാണ്. വായ്പ എടുത്ത് വാങ്ങിയ മൊബൈലിൻ്റെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ജനുവരി 1 മുതൽ ഭാഗികമായി ലോക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു നിയമം എന്തായാലും ഈ 4 മാസം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു 60-80% ആൾക്കാരുടെ മൊബൈൽ ലോക്ക് ആവാനാണ് സാധ്യത. കാരണം എല്ലാവരും EMIയിൽ ഐഫോണാണ് വാങ്ങുന്നത്. എന്നിട്ട് സ്റ്റാറ്റസ് ഇട്ട് കാണിക്കുകയും ചെയ്യും, എനിക്ക് പുതിയ ഫോണായിരിക്കുകയും ചെയ്യും. എന്നിട്ട് EMI അടയ്ക്കാനും പറ്റില്ല, 2 വർഷം കൊണ്ട് അടച്ചു കഴിയുമ്പോഴേക്കും ആ ഐഫോണിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. സാധാരണക്കാർ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. പണക്കാർ സാധാരണ ഐഫോൺ വാങ്ങുന്നത് കമ്പനി പേരിലായിരിക്കും. നിങ്ങൾക്ക് കമ്പനി പേരിൽ ഐഫോൺ വാങ്ങുമ്പോൾ, ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് മിക്കവർക്കും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ഐഫോൺ 60,000 രൂപയ്ക്കും 55,000 രൂപയ്ക്കും കിട്ടും. കാരണം 18% ടാക്സ് കൊടുക്കണം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഐഫോണിന് 1 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനെ നിങ്ങൾ ഏത് ഫോൺ വാങ്ങുകയാണെങ്കിലോ കമ്പനി പേരിലാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടെ ഉള്ള ഒരാൾക്കും അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണക്കാരൻ EMIയിലൂടെ ഫോൺ കൊടുത്തിട്ട് ഒരു ഫോണിൻ്റെ ഇരട്ടി വിലയ്ക്ക് നിങ്ങൾ ഫോൺ വാങ്ങുകയാണ് ചെയ്യുക. പക്ഷെ പണക്കാർ അങ്ങനെ ചെയ്യില്ല, അവരവിടെ ബുദ്ധി ഉപയോഗിക്കും എന്നുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മൊബൈൽ എന്തായാലും ഭാഗികമായിട്ട് എന്തായാലും നിർത്തലാവും എന്നാണ് പറയുന്നത്. ജനുവരി മുതൽ എന്തായാലും ടൈമുണ്ട്. അപ്പോൾ EMI ഒക്കെ അടയ്ക്കാനുള്ളവരുണ്ടെങ്കിൽ വേഗം EMI അടയ്ക്കുന്നതായിരിക്കും നല്ലത്. സ്വർണത്തിന് പിന്നെ നേരിയ ഇടിവ് ഉണ്ടായിട്ട് പവന് 1,12,120 രൂപയാണ് സ്വർണത്തിന് ഇന്നലെ കാണിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തെ എമൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1000 രൂപയോളം എന്തായാലും കമ്മിയായിട്ടുണ്ട്. കാരണം ഇന്നലെ 1,13,000 രൂപയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും വീണ്ടും കമ്മിയായിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു എത്ര പേര് BSNL സിം ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്ക് വീട്ടിൽ നിന്ന് ലാൻഡ് ലൈനിൽ കിട്ടിയ BSNL സിം തന്നെയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് 4G ആയിരുന്നു. പക്ഷേ BSNL സിം ഇനിയിപ്പോൾ 5G ആക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസംബറിലാണ് 5G ആക്കാൻ പോകുന്നുള്ളൂ. സ്വാതന്ത്ര്യദിനവും ഓണവും പ്രമാണിച്ച് പുതിയ പ്ലാനുകളും എന്തായാലും BSNL കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 10 വർഷം മുമ്പ് ജിയോ സിം വന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വിപ്ലവം തന്നെയായിരുന്നു. അപ്പോഴാണ് ബാക്കിയുള്ള ഐഡിയ സിമ്മൊക്കെ എത്രമാത്രം ജനങ്ങളെ ഊറ്റി കുടിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായത്. ഇപ്പോൾ എല്ലാ മൊബൈൽ കമ്പനിക്കാരും ഇപ്പോൾ ഇന്ന് വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം മുതൽ ജിയോ എന്തായാലും 1 മാസത്തെ ബേസിക് പ്ലാന് 400 ആക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനെന്തായാലും തീരുമാനങ്ങൾ ആയിട്ടില്ല. അപ്പോൾ അതിൽ ഒരു പ്ലാനിൽ ഒരു വ്യത്യാസവും ഇല്ലാണ്ട് പോകുന്നത് ഇപ്പോഴും BSNL തന്നെയാണ്. 147 രൂപയുള്ളൂ നിങ്ങൾക്ക് 1 മാസത്തെ 2 GB ഡാറ്റയ്ക്ക് ഉള്ളൂ. പക്ഷെ അത് മിക്കവർക്കും അറിയില്ല, മിക്കവരും BSNL ഉപയോഗിക്കാറുമില്ല. കാരണം BSNL സിം നിങ്ങൾക്ക് സാധാരണ കടയിൽ പോയിട്ട് ഫ്രീ സിം വാങ്ങണ പോലെ വാങ്ങാൻ പറ്റില്ല. അതിന് എക്സ്ചേഞ്ച് പോയിട്ട് അതിൻ്റെതായ ഫോർമാലിറ്റി തന്നെ നല്ല രീതിയിൽ ഇപ്പോഴും ഉണ്ട്.
അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് വാചകമേളയിൽ പ്രിയദർശൻ സാറിൻ്റെ ഒരു കോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാരണം വാചകമേള സാധാരണ നോക്കാറുണ്ട്, പക്ഷേ എനിക്ക് പ്രിയദർശൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മലയാള സിനിമയ്ക്ക് ഒരു വിപ്ലവം കൊണ്ടുവന്ന ഒരു സംവിധായകൻ പ്രിയദർശൻ സാറാണ്. കാരണം ഈ ആദ്യകാലത്ത് മിന്നാരം സിനിമയിലൊക്കെ കളർ ടോണൊക്കെ ആയിട്ട് ഐസാച്ചുറേറ്റഡ് കളറൊക്കെ കൊണ്ടുവന്നത് പ്രിയദർശൻ സാറാണ്. എന്തൊക്കെ അതുപോലെ തന്നെ വേൾഡ് സിനിമകളൊക്കെ അതിൽ ഇൻസ്പയർ ചെയ്തിട്ട് മലയാളത്തിൽ കൊണ്ടുവരും, വേൾഡ് സിനിമ എന്താണ് എന്നൊക്കെ കാണിച്ചു തന്നത് ശരിക്കും പ്രിയദർശൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അങ്ങനെ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എനിക്കത് പുസ്തകത്തിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എൻ്റെ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതൊരു നല്ല രസമാണ് ആ പുസ്തകം വായിക്കാൻ തന്നെ. അപ്പോൾ വാചകമേളയിൽ വാചകം എഴുതിയിരിക്കുന്ന ഇതാണ്: നല്ല ശാന്തമായ മനസ്സിൽ നിന്നേ നല്ല സിനിമയുണ്ടാകുള്ളൂ. എൻ്റെ 44 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 98 സിനിമ സംവിധാനം ചെയ്തു. ഇതിൽ ലിസിയും ഞാനും പൂർണ്ണമായി മാറി നിന്ന് 9 വർഷം ചെയ്തത് 2 സിനിമ മാത്രമാണ്. എഴുതാനും കഥ ആലോചിക്കാനും പറ്റാത്തത് കൊണ്ട് തന്നെയാണത്. വിട്ടുനിന്ന സമയം എനിക്ക് നഷ്ടമായത് വ്യക്തി ജീവിതം മാത്രമല്ല, സിനിമാ ജീവിതം കൂടെയാണ്. എന്തായാലും അവർ രണ്ടുപേരും ഒന്നിച്ചു, അതെന്തായാലും നന്നായി എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ അടുത്ത മംഗളം ന്യൂസിൽ ഒരു ന്യൂസ് ഉണ്ട്: ശബരിമല നെയ് വിവാദം അന്വേഷണം ഘടകകക്ഷി നേതാക്കളിലേക്ക് എന്ന് പറഞ്ഞിട്ട്. ശബരിമല മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം കഴിഞ്ഞ സർക്കാർ ക്ഷീര വികസന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന പാർട്ടിയുടെ നേതാക്കളിലേക്കെന്ന് സൂചന. അപ്പോൾ എന്തായാലും അതിലൊരു തീരുമാനമായി. നെയ്യ് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം. കാരണം ആ നെയ്യ് വെച്ചിട്ട് വേണ്ടത് ഉണ്ടാക്കിയൊക്കെ എല്ലാവരും തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നെയ്യ് എവിടെയെന്ന് പറഞ്ഞിട്ട് തപ്പിപ്പോയിട്ട് കാര്യമില്ല, നെയ്യ് കിട്ടില്ല. തൊണ്ടിമൂല് കിട്ടിയാലല്ലേ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. സ്വർണം പോലെയല്ലല്ലോ നെയ്യ് എന്തായാലും അത് പോയിട്ടുണ്ടാവും. പിന്നെ അടുത്തൊരു ന്യൂസാണ്: നെടുങ്കണ്ടത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം കഞ്ചാവ് ചെടി. എന്തായാലും ആൾക്കാർ വലിച്ചിട്ട് അതിൻ്റെ കുരു അവിടെ ഇട്ട് പോയിട്ടുണ്ടാവും. അതെന്തായാലും മഴ നനഞ്ഞ് അതെന്തായാലും വളർന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്തായാലും കഞ്ചാവ് ചെടി വലിച്ച് പൊട്ടിക്കുന്ന ഫോട്ടോ ഒക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ അരുവിലെ പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് തന്നെ വീണ്ടും ന്യൂസ് കുറച്ചും കൂടി പറഞ്ഞിട്ടുണ്ട്. അയലത്ത് ഉൽപാദനം കുറഞ്ഞു, അരിവില കുതിച്ചുയർന്ന് കേരളം എന്ന്. ഇന്നലെ വരെ ശരിക്കും പറഞ്ഞാൽ ആന്ധ്രയിൽ പൂഴ്ത്തി വെച്ചു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് പറയുന്നത് അരിവില ഉൽപാദനം കുറഞ്ഞു എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. 60 രൂപയിൽ താഴെ പച്ചക്കറി കിട്ടാനില്ല എന്നൊരു ന്യൂസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെറും തെറ്റാ പറയണം. 60 രൂപയിൽ താഴെയൊക്കെ പച്ചക്കറിയൊക്കെ കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. വെളിച്ചെണ്ണ തിളയ്ക്കുന്നു, അത് ശരിയാണ്. വെളിച്ചെണ്ണ ഇന്നലെ 350 രൂപയായി. സപ്ലൈകോൻ്റെ വെളിച്ചെണ്ണ 240 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സപ്ലൈകോന്ന് മാവേലിയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം 100 രൂപയിലെ വ്യത്യാസമാണ് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് മാവേലിയിൽ നിന്നും സാധാരണ കടയ്ക്കുമുള്ളത്. പിന്നെ അടുത്തത് ജന്മഭൂമിയിലെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ടുള്ളൊരു ന്യൂസാണ് ഫ്രണ്ട് പേജിലുള്ള. പണ്ഡിറ്റ് നാരായണ ദേവ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായ കോട്ടയംകാരൻ സ്മാരക നിർമ്മാണം ചുവപ്പ് നാടയിലായി 1/4 നൂറ്റാണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ദേശീയ നേതാക്കൾക്കൊപ്പം പങ്കെടുത്തു. ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നതിനു മുമ്പ് നേരിൽ കണ്ട് സംസാരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത്. പണ്ഡിറ്റ് നാരായണ ദേവ്, അദ്ദേഹം കോട്ടയംകാരനെന്നൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം അതിനുശേഷം BJPയിലേക്ക് ഒരു ചായ്വ് കാണിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ ഒരുപാടൊന്നും ആൾക്കാർ അങ്ങനെ പറയാത്തത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി അടുത്ത ജന്മഭൂമിയുടെ ഫസ്റ്റ് പേജിൽ തന്നെ റീഗൽ ജ്വല്ലറീൻ്റെ ഒരു പരസ്യമാണ്. കൊച്ചിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ആയിട്ട് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നാളെ 10 മണിക്കാണ് ഇനാഗ്രേഷൻ കൊടുത്തിരിക്കുന്നത്. മഞ്ജു വാര്യരാണ് ഇനാഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. റീഗൽ ജ്വല്ലറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ഹോൾസെയിലിനാണ് ശരിക്കും പറഞ്ഞാൽ സ്വർണം കൊടുക്കുന്നത്. ഇവിടെ പണിക്കൂലിയില്ല, ഹോൾസെയിൽ വിലക്കാണ് സ്വർണം കൊടുക്കുന്നത്. അതുകൊണ്ട് പവൻ എന്താണോ വില, ആ വില മാത്രം നിങ്ങൾ കൊടുത്താൽ മതിയാവും. അടുത്ത ദീപികയിലെ ഒരു ന്യൂസാണ്: ഓണമെത്തി, ഏത്തക്കുല ഞാലിപ്പൂവൻ വില കുതിക്കുന്നു. അത് ശരിയാണ് കേട്ടോ. ഇപ്പോൾ 100 രൂപയ്ക്ക് അടുത്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ റോബസ്റ്റിനും ഞാലിപ്പൂവിനൊക്കെ വില. 82 രൂപ ഞാലിപ്പൂവിന് വിലയുണ്ടെന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ചില്ലറ വിപണിയിൽ 10 മുതൽ 15 രൂപ അധികമായി ഈടാക്കുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. 22 രൂപയാണ് റോബസ്റ്റിന് വില കൂടിയിരിക്കുന്നതാണ് പറയുന്നത്. ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു കാര്യമാണ്. കാരണം ഓണം തന്നെയല്ലേ, ബിസിനസ് ചെയ്യണവർക്കും ലാഭം എന്തെങ്കിലും വേണ്ടേ, കർഷകനും ലാഭം എന്തെങ്കിലും വേണ്ടേ. എപ്പോഴും വാങ്ങണവന് മാത്രം വില കമ്മിയായി കിട്ടണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. ഇനി അടുത്തൊരു മെയിൻ ന്യൂസാണ്: DYFIൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റാകാൻ ചിന്താ ജെറോം. ചിന്താ ജെറോമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രോളിലൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചിന്ത എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അവരെന്തായാലും DYFIൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആകാൻ പോവുകയാണ്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. എന്തൊക്കെയാലും പേഴ്സണലി അവർ വളർന്നു വരുന്നുണ്ട്. ആദ്യ പ്രസിഡന്റ് ആവുക എന്നുള്ളത് പറഞ്ഞാൽ ഒന്നാമത് CPMൽ ഏറ്റവും കൂടുതൽ തൊഴുത്തിക്കുത്താണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിലൊരു സ്ത്രീ ആദ്യത്തെ പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അതും വനിതാ പ്രസിഡന്റ്
നല്ലൊരു കാര്യം തന്നെയാണ്. അവർ പേഴ്സണലി നല്ല സക്സസ് ആവുന്നുണ്ട്. അവർ വെളിയിൽ എന്ത് മണ്ടത്തരം പറഞ്ഞാലും പേഴ്സണലി വളരുണ്ടല്ലോ, നമുക്ക് അത് മതി. കുറച്ച് ദിവസമായിട്ട് യുദ്ധമൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഓർമൂസിൽ വീണ്ടും കപ്പലാക്രമണം എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. ആക്രമിക്കപ്പെട്ടത് UAEയുടെ 2 എണ്ണ ടാങ്കറുകൾ എന്നൊരു ന്യൂസും കൊടുത്തിട്ടുണ്ട്. അതിൽ ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല, ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴേക്കും ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ന്യൂസാണ് കൊഴിയുന്ന കർഷകർ. പാൽ ഉൽപാദനം അത്യാവശ്യം നല്ല രീതിയിൽ കൂടി വരുന്ന ഒരു ടൈമായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിരുന്നത്. കാരണം അത്യാവശ്യം കൃഷിഭവനിലൂടെ പശുവിന് കൊടുക്കലൊക്കെ പരിപാടിയായിട്ട് എല്ലാവരും കൃഷി ചെയ്തിട്ട് പാലൊക്കെ സ്വന്തമായിട്ട് കറക്കാൻ മിക്കവാറും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2014 15 ലക്ഷം ലിറ്ററാണ് ശരിക്കും പറഞ്ഞ സൊസൈറ്റി ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2023-24 വർഷങ്ങളിലൊക്കെ 18 ലക്ഷം ലിറ്ററാണ് സാധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ വർഷവും ഈ 2026-ലും അതിൻ്റെ നേരെ പകുതിയായിട്ടുണ്ട്. 16 ലക്ഷം ലിറ്ററേ കിട്ടിയിട്ടുള്ളൂ. 2026 കഴിയുമ്പോൾ അത് കൂടാൻ സാധ്യതയില്ല എന്ന് പറയണം. കാരണം പശുക്കൾ പെട്ടെന്ന് മരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതെന്താ കാരണം എന്നുള്ള കർഷകനും വലിയ ഇതില്ല. അത്യാവശ്യം മൃഗ ഡോക്ടറെ കാണിച്ചിട്ടും അവർക്കും വലിയ പിടുത്തം ഇല്ലാണ്ട് പോകുന്നുണ്ട്. കുറേ പേര് ഈ പണി തന്നെ നിർത്തുന്നുണ്ട്. കാരണം പശുവിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. അതിന് വേണ്ട പുല്ല് തന്നെ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണമാണ് പാൽ ഉൽപാദനം കമ്മിയാവുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പാൽ ഫാക്ടറി ഉള്ളവർക്ക് നല്ല ഗുണം ചെയ്യും. കാരണം മിൽമ, മിൽക്ക, കൗമ, ഹൈ റേഞ്ച് മിൽക്ക്, അങ്ങനെ ഇഷ്ടംപോലെ മിൽക്ക് ഉണ്ടല്ലോ, ഇവർക്കൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഗുണം ചെയ്യുക. അതുകൊണ്ട് സാധാരണക്കാരന് ശുദ്ധമായ പാല് കിട്ടുകയുമില്ല. അപ്പോൾ അത്യാവശ്യം ഇന്നത്തെ എല്ലാ ന്യൂസും നമ്മൾ പ്രധാന വാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യദിനമായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ശരിക്കും നല്ലതായിരിക്കും. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കണം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കണം, നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണോ എന്നുള്ള ചിന്തിക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ പത്രവാർത്താസ് നാളെ നമുക്ക് വീണ്ടും കാണാം. ക്യാമറാമാൻ ലെബിനൊപ്പം സുമിത്ത്.